ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെംജനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കുറച്ച് അപ്ഡേറ്റുകളെ പറയാനുള്ളൂ. അതിന്റെ കൂട്ടത്തിൽ തന്നെ കങ്കുവയുടെ കാര്യം ഏകദേശം തീരുമാനമായി എന്ന് കുറച്ച് ആളുകൾ പറയുന്നുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. അതിന് മുമ്പ് പറയാനുള്ളത്, ഒന്ന്, നമ്മുടെ സ്വന്തം ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ബാറോസ് എന്ന് പറഞ്ഞ സിനിമ, അതിന്റെ റിലീസ് ഡേറ്റ് മാറ്റി ഓണത്തിന് വരില്ല എന്നൊക്കെയുള്ള രീതിയിൽ പലധികം റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഫൈനലി ഇതിന്റെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 3 ഒക്ടോബർ. ഇത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, അടുത്ത മാസം സിനിമ റിലീസ് ചെയ്യും. ഇത് ഫൈനൽ ഡേറ്റ് ആണ്, ഇനി മാറ്റുണ്ടാവില്ല എന്നൊക്കെയാണ് ഒഫീഷ്യലി ഇവർ പറഞ്ഞിട്ടുള്ളത്. ഡേറ്റ് ഇട്ടപ്പോൾ തന്നെ കുറെ ആളുകൾ സംശയം ചോദിക്കുകയും അതിനെതിരെ എക്സിൽ പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് അതാണ്. ഇനി ഒക്ടോബർ 3 എന്ന് പറയുമ്പോൾ അവിടെ ചെറിയൊരു സംഭവം ഉണ്ട്, അതാണ് നിൽക്കട്ടെ. അടുത്തതിലേക്ക് വരുമ്പോൾ ലൂസിഫർ. ലൂസിഫർ എന്ന് റിലീസാകും എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടെന്നുള്ളതിൽ യാതൊരു ഡൗട്ടില്ല. കാരണം ലാലേട്ടന്റെ ഈ ബാറോസും മറ്റ് പല സിനിമകളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയിൽ ഒന്നാണ് ഈ ലൂസിഫർ, അല്ലെങ്കിൽ എമ്പുരാൻ എന്ന് പറയുന്നതിന്റെ സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ട് പറയുമ്പോൾ ഫസ്റ്റ് പാർട്ടിലെ, അതായത് ഇതിന് മുമ്പ് ഇപ്പൊ നടന്ന ലൂസിഫറിന് മുമ്പ് എന്ത് സംഭവിച്ചെന്നാണ് കൂടുതലും പറയുന്നത്. ഇതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. എന്തായാലും മോഹൻദാസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ, ആർട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് ശേഷം പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ ഒരു ചാനലുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എമ്പുരാനെ കുറിച്ചുള്ള സംസാരം വരികയും അതിന്റെ റിലീസ് ഡേറ്റ് മാർച്ച് 28, 2024, അതായത് ഈ വർഷം മാർച്ച് 28-നാണെന്ന് പുള്ളിക്കാരൻ പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യത്തെ ലൂസിഫർ ഇറങ്ങിയത് മാർച്ച് 28 തന്നെയായിരുന്നു റിലീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ സംഭവം ഏകദേശം അത് സത്യമാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ പൃഥ്വിരാജ് ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് മാർച്ച് 28-ന് ലൂസിഫർ ഇറങ്ങി, അടുത്തത് 2024 മാർച്ച് 28-ന് എമ്പുരാൻ ഇറങ്ങട്ടെ എന്ന് പുള്ളി വിചാരിച്ചാൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല. അപ്പോ മാർച്ച് 28-ന് എമ്പുരാൻ വരും. അതോടുകൂടി എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഇനിയിപ്പോ എത്ര പടങ്ങൾ ഇറങ്ങി, L360 അതിനിപ്പോ പേര് നിശ്ചയിച്ചു, ടൈറ്റിൽ ഫിക്സ്ഡ് എന്ന് പറഞ്ഞിട്ട്. L360ന്റെ സംവിധായകൻ തരുൺ മൂർത്തി ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പേരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഒരു പോസ്റ്റിംഗ്, ടൈറ്റിൽ കാർഡ് നമ്മൾ ലോക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും L360 നല്ല സിനിമയായിരിക്കും, അത് അങ്ങനെ തന്നെ ആവുമെന്നാണ് പ്രതീക്ഷ. ഇനിയിപ്പോ അതല്ലെങ്കിലും എമ്പുരാനോട് കൂടി ലാലേട്ടൻ താഴെ പോയി കിടന്നത് ഒരൊറ്റ അടിക്ക് മേലെ കയറും. കാരണം പുള്ളിക്കാരന് ഒരൊറ്റ പടം മതി, ഒരൊറ്റ ക്യാരക്ടർ മതി മേലെ വരാന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം. ഫാൻ പവർ അത്രയ്ക്ക് ഉണ്ട്. അപ്പൊ അതോടുകൂടി ലാലേട്ടന്റെ കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, അല്ലെങ്കിൽ ലാലേട്ടൻ പുള്ളി തന്നെയാണ്. ഞാൻ പറഞ്ഞത് പല ഹേറ്റേഴ്സും ചവിട്ടിത്താത്തനെ കുറിച്ചാണ് കേട്ടോ. ഇനി എന്റെ കമന്റിൽ വന്ന് പൊങ്കാടരുത്. അപ്പോ അതവിടെ നിൽക്കട്ടെ. ഇനി പറയാനുള്ളത് കങ്കുവേന്റെ കാര്യം. കങ്കുവ ഒക്ടോബർ 10-നാണ് റിലീസ് എന്ന് എല്ലാവർക്കും അറിയാം. വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ. എനിക്ക് തമിഴിൽ നിന്ന് വരാനിരിക്കുന്നതിൽ ഏറ്റവും എക്സൈറ്റ്മെന്റ് ലെവൽ കൂടുതലുള്ളത്, ഈവൻ മലയാളികൾ അടക്കം കാത്തിരിക്കുന്ന സിനിമയാണ് എന്ത്, ഈ സൂര്യ നായകനായിട്ട് വരുന്ന കങ്കുവ എന്ന് പറഞ്ഞ സിനിമ. എല്ലാ അപ്ഡേറ്റും ഒന്നിനൊന്ന് മെച്ചായിരുന്നു. മുകളിൽ ട്രെയിലറൊക്കെ വേറെ ലെവൽ. അപ്പൊ ഈ സിനിമയ്ക്ക് ക്ലാഷ് ഉണ്ടാവില്ലോ എന്ന് പറഞ്ഞിട്ട് വലിയ ഡയലോഗ് ഇതിന്റെ സംവിധായകൻ. ക്ലാഷ് വെക്കാൻ ആരും ധൈര്യപ്പെടില്ല ഞാൻ ആദ്യം പറഞ്ഞിരുന്നു കേട്ടോ, പിന്നീട് അത് മാറ്റി. അപ്പോ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു വെച്ചാൽ ഇതിന് ക്ലാഷ് വെക്കില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മാർട്ടിൻ ട്രെയിലർ 1 അനൗൺസ്മെന്റ് വരികയും ട്രെയിലർ വരികയും അതിന്റെ കൂടെ റിലീസ് ഡേറ്റ് വരികയും ചെയ്തു, ഒക്ടോബർ 10, അതായത് ക്ലാഷ്. അപ്പൊ പല ആളുകളും പറഞ്ഞു ഈ മാർട്ടിൻ എന്ന് പറയുന്നത് ട്രോൾ മെറ്റീരിയൽ ആണ്, പറയാൻ പറ്റൂല, കയറി കൊടുത്തു കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെ ആയിരിക്കും. പിന്നെ അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ മാർട്ടിൻ അങ്ങനെയാണ് വിചാരിക്കട്ടെ. ദേവര ആ സെയിം ഡേറ്റിലാണെന്ന് എനിക്ക് തോന്നുന്നത്. കുറെ കമന്റ്സ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ താഴെ കണ്ടു, ദേവരയും കങ്കുവയ്ക്ക് ക്ലാഷ് ആണെന്ന്. അപ്പൊ ദേവരയും പക്ഷേ ഈ പറയുന്ന രീതിയിൽ വലിയ സംഭവം അവിടേക്ക് ആണെങ്കിലും ഈ തമിഴ്നാട്ടിലും കേരളത്തിൽ നിന്നും പിടിച്ചെടുക്കാൻ കഴിയും തോന്നുന്നില്ല. പിന്നെ ഇത് വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയും കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളും എവിടെയൊക്കെ റിലീസ് ഉണ്ട് അവിടെയൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചേ പറ്റൂ. ഏത് കങ്കുവ. അപ്പൊ അത് ആരെയാണ് താനും. അപ്പൊ നമുക്ക് കണ്ടറിയാം. ഇനി അതും അവിടെ നിൽക്കട്ടെ. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ കങ്കുവയുടെ പ്രൊഡ്യൂസറാണോ സംവിധാനം എന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഒരു വീട്ടിൽ പറഞ്ഞിരുന്നു. എനിവേ പുള്ളിക്കാരൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞത് കങ്കുവയ്ക്ക് ക്ലാഷ് വെച്ചേക്കാം, പക്ഷെ കങ്കുവ 2-ന് ക്ലാഷ് വെക്കാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. കാരണം കങ്കുവ അമ്മാതിരി സാധനമായിരിക്കും. കങ്കുവ 2 വരുമ്പോൾ ആരും ക്ലാഷ് വെക്കില്ല, കാരണം അമ്മ അതിന് കീഴ്ടുക്കാൻ സാധനമായിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ട്രെയിലറിൽ നമ്മൾ എന്ത് ചെയ്തു, ലാസ്റ്റ് വരുന്നത് കാർത്തിയാണെന്നുള്ള റൂമറും കേൾക്കുന്നുണ്ട്. ഒഫീഷ്യലി ഇവരാരും പുറത്തുവിട്ടില്ല, പക്ഷെ 90% അത് കാർത്തിയാണെന്ന രീതിയിൽ തന്നെ ആളുകൾ ഇപ്പൊ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയും കൂടി ആണെങ്കിൽ 2-ന് ആര് കൊണ്ടേ ക്ലാഷ് വെക്കും, സത്യം. പക്ഷേ ട്വിസ്റ്റ് എവിടെയാണ്? ട്വിസ്റ്റ് ഈ 2 പടങ്ങൾ മാത്രമല്ല കങ്കുവയ്ക്ക് ക്ലാഷ് ആയിട്ട് വരുന്നത്. വമ്പൻ പടം തമിഴിൽ തന്നെയുണ്ട്, വേട്ടയ്യാൻ. രജനീകാന്ത് നായകനായിട്ട് വരുന്ന വേട്ടയ്യാൻ എന്ന് പറയുന്ന സിനിമ ഒക്ടോബർ 10 കൊണ്ട് ഇതേറ്റിരിക്കും. എന്നാ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് രണ്ടും കട്ട എന്ത് ചെയ്യും?
ഇവിടെ വേട്ടേനേക്കാൾ കൂടുതൽ പേഴ്സണലി ഞാൻ കാത്തിരിക്കുന്നത് കങ്കൂക്കാണ്. എനിക്ക് തോന്നുന്നു ഒരു 65-70% ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ എവിടെ പ്രശ്നം എന്നറിയോ? പടം അടിപൊളി. നമ്മൾ വിചാരിച്ച ലെവലിൽ വന്നിട്ടുള്ള ഒരു കുറച്ച് കുറഞ്ഞാൽ പോലും ചവിട്ടി താത്തും എന്നുള്ളത് 100% ഉറപ്പാ. അങ്ങനെ ആകുമ്പോൾ വേട്ടയ്യാൻ കയറും. വേട്ടയിന് എല്ലാവരും സിനിമയ്ക്ക് കാണാൻ പോകുന്നത് ഓഫ് കോഴ്സ് ഓൺലി രജനീകാന്തിന്റെ പെർഫോമൻസ്, രജനീകാന്തിന്റെ സ്ക്രീൻ പ്രസൻസ്, രജനീകാന്തിന്റെ സ്വാഗ് നമ്മൾ കണ്ട് 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 ചടച്ചാണെങ്കിലും പുള്ളിക്കാരൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വൈബ് കിട്ടുന്ന കുറച്ച് പരിപാടികളുണ്ട്. ഇതിനാണ് പോകുന്നത്. അപ്പൊ അതിന് വലിയ പണിയിട്ടാണെന്നില്ല. ഒരു ആവറേജ് ആണെങ്കിലും പിന്നെ കയറി കൊടുത്തിക്കോളും. പക്ഷെ കങ്കു അങ്ങനെയല്ല. കങ്കുയുടെ പ്രതീക്ഷകൾ ഒരുപാടുണ്ട്. ഹൈപ്പ് ഭയങ്കരമായി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിചാരിച്ച ഹൈപ്പിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധനം എല്ലാവരും ചവിട്ടി താത്തും. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ബാറോസ് കൊണ്ട് ഒക്ടോബർ 3 ഇട്ടിട്ടുള്ളത്. ഈ സിനിമയും വിചാരിച്ച പോലെ വന്നിട്ടില്ലെങ്കിൽ, നമ്മൾ വിചാരിച്ച പോലെ ഡയറക്ഷൻ കറക്റ്റ് ആയിട്ടില്ല, ഇതൊക്കെ ആവുന്ന വിചാരിക്കുന്നു. പക്ഷെ അറിയാലോ, ഏത് സിനിമയും പോലെയല്ല ഈ ബാറോസ്. 50% ആളുകൾ, ഈവൻ അദ്ദേഹത്തിന്റെ ആരാധകരിൽ പോലും 50-50 ചാൻസേ ഉള്ളൂ. 50% ആളുകൾ ഓക്കെ ഇത് പൊളിയായിരിക്കും എന്ന് പറയുമ്പോൾ 50% ആളുകൾ കണ്ടറിയാം എന്താകുമോ എന്തോ എന്ന് പറഞ്ഞവരും മറ്റൊരു വിഭാഗം ആളുകൾ ഇതിനെ ഫുൾ ടൈം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇത് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ലാലേട്ടന്റെ ബാറോസിന്റെ അവസ്ഥ എന്തായിരിക്കും? അതും താഴെ പോകും. ഇനി അതല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സാധനം, ഓക്കെ ഒരു എബോ ആവറേജ് സാധനം ഉണ്ടെങ്കിൽ പോലും ഒക്ടോബർ 3 10 വരെ ഒരാഴ്ച ഉണ്ട്. അതിൽ ഓടിയിട്ട് പിന്നെ പബ്ലിസിറ്റി ഒക്കെ വന്ന് അങ്ങനെ അങ്ങനെ കയറിപ്പോയിക്കോളും. ലാലേട്ടന്റെ പടത്തിനൊന്നും പബ്ലിസിറ്റിന്റെ ആവശ്യമൊന്നും ഇല്ലാതെ വേറെ കാര്യം. എന്നാലും ആ ഒരാഴ്ചയെങ്കിലും ഉണ്ട് നമുക്ക് വിചാരിക്കാം. പക്ഷെ താഴെ പോയാൽ എല്ലാം വണ്ടിയിൽ പോകും. ഈ വേട്ടയിലും വരുന്നുണ്ട്, ഈ കങ്കുവനും വരുന്നുണ്ട്. ഇനിയിപ്പോ മാർട്ടിൻ, എത്ര ആളുകൾ കാണും? കാണുന്നതൊക്കെ വെറുതെ പറയാ. ധ്രുവ് സർജയൊക്കെ ഭയങ്കര ഫാൻസ് ആണ്. പിന്നെ കന്നഡ ഫിലിംസ്, തെലുഗു ഫിലിംസ് ഒക്കെ വരുമ്പോൾ അവരുടെ ഫൈറ്റ് എത്ര ബോറാണെങ്കിലും ആ ഷടപടേ ഷടപടേ എന്നുള്ള അടിയും അടിച്ച് 4 മാറ്റക്ക് തെറിപ്പിക്കലും ഇതൊക്കെ കാണാൻ ആരാധകരുണ്ട്. സോ അതിനൊക്കെ ആളുകൾ, കാരണം ഇതിന്റെയൊക്കെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. കാരണം മാർട്ടിൻ ഒരു അടിപ്പടം, ഓക്കെ ഒരു കന്നഡ പടം, അതിന് കയറാം എന്ന് വിചാരിച്ച പോകുന്നു. അതിന് മുകളിൽ കിട്ടിയ ബോണസ് ആണ്. സാധനം കത്തിപ്പടരും. സോ നമ്മൾ പ്രതീക്ഷ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വലിയ പ്രോബ്ലം വരാനൊന്നുമില്ല. വേട്ടയനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു രജനീകാന്ത് സിനിമയാണ്. അതിനപ്പുറത്തേക്ക് ഭയങ്കര കഥ വേണം, ഇതൊന്നും ആർക്കും ആവശ്യമില്ല. സോ അതിന് മുകളിൽ വന്നാൽ പിന്നെ ഇത് കത്തിക്കേറുക ചെയ്യാം. താഴെ പോണൊരു പരിപാടി ഇതിനൊന്നുമില്ല. ഹൈപ്പ് അത്രയൊക്കെ വരുന്നുള്ളൂ. നമ്മൾ പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ഈ ദേവരയാണെങ്കിലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷയുള്ളൂ. പക്ഷെ കങ്കുവിന്റെ പ്രതീക്ഷ ഭയങ്കര. ബാറോസ് മലയാള സിനിമയാണ്. ഇവിടെ ഒരു മീഡിയം അങ്ങനെയൊന്നുമില്ല. മലയാളികൾ എന്ന് പറയുമ്പോൾ മറ്റു സിനിമകൾ പോലെ ഒന്നുമല്ല. നമുക്ക് കുറച്ച് സ്ക്രീൻ പ്രസൻസും ഫാൻസിനെ ഒതുക്കലും ഈ പരിപാടി ഒന്നും പോരാ. നമുക്ക് നല്ല സിനിമയായിരിക്കണം, നല്ല ഇത് എന്താ പറയാ ത്രെഡ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നല്ല സ്റ്റോറി ലൈൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് പെർഫെക്ഷൻ നോക്കുന്ന ആളുകളാണ് നമ്മൾ. ഏകദേശം അതിനോടൊരു നീതി പുലർത്തിയാൽ മാത്രമേ നമ്മൾ നല്ലത് എന്ന് പറയുള്ളൂ. നല്ലത് കേൾക്കാൻ വലിയ പാടാണ് മലയാളികൾക്ക്. അത് നല്ലതാണ്. നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ക്വാളിറ്റി അത്രമാത്രം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പണി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ക്ലാഷ് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവസരം മൊത്തത്തിൽ ക്ലാഷ് ആയിരിക്കുകയാണ്. ഗംഗുവിടെ പ്രൊഡ്യൂസറും സംവിധാനമൊക്കെ എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമന്റ് രേഖപ്പെടുത്തുക. എന്തായിരിക്കും അവസ്ഥ? ആര് തൂക്കും? നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ